നമസ്കാരം, വിരാടം രുചിക്കളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ നവരാത്രി സ്വീറ്റ് സീരീസ് തുടരുകയാണ്. ഞാൻ വിനോദാണ്, കൂടെ രാധികയുണ്ടേ. പങ്കാളി, ഇന്ന് ഏത് സ്വീറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ഇന്ന് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഡബിൾ ലെയർ ചോക്ലേറ്റ് ബർഫി. ഓ, വെരി ഗുഡ്. അതിനുള്ള സാധനങ്ങൾ പരിചയപ്പെടുത്തട്ടെ? ആയിക്കോട്ടെ. ഇനി നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്, 1 കപ്പ് പാൽപ്പൊടി. പിന്നെ വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്ക്, അത് 1/2 കപ്പ്. കണ്ടൻസ്ഡ് മിൽക്ക്. പിന്നെ ചോക്ലേറ്റ് ബർഫി ആണല്ലോ, 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. അത് നമ്മൾ അരിച്ചു വെക്കണം, അല്ലെങ്കിൽ അതിനകത്ത് തരി കാണാൻ. പിന്നെ 3 ടേബിൾ സ്പൂൺ നെയ്യ്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള പിസ്തയും കാഷ്നട്ടും, പിന്നെ കുറച്ച് ഏലക്കപ്പൊടി, പിന്നെ അതുപോലെ 1 നുള്ളു ഉപ്പും. അപ്പം നമ്മൾ നേരെ തുടങ്ങുകയാണ്. ഓക്കെ. ആദ്യം തന്നെ നമുക്ക് ഇത് ഒഴിച്ചു വയ്ക്കാനുള്ള ട്രേ റെഡിയാക്കി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പറും ഇട്ട് നെയ്യും പുരട്ടി വെച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് എടുക്കാനുള്ള സാധനങ്ങളെല്ലാം നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെക്കുക. ഒരു പാൻ വെച്ചിട്ട് നമ്മൾ 3 ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇപ്പോൾ നമ്മൾ ആദ്യം ഒഴിക്കാം. നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടൻസ് മിൽക്ക്, അതായത് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് ലോ ഫ്ലെയിം വെച്ചാൽ മതി കേട്ടോ. നമ്മളിപ്പോൾ കണ്ടൻസ് മിൽക്ക് 1/2 കപ്പ് ഒഴിച്ചു കേട്ടോ. 1/2 കപ്പ് എന്ന് പറയുന്നത് 150 ഗ്രാം കണ്ടൻസ് മിൽക്ക്. ഇനി അതൊന്ന് ഇതിൽ മിക്സായി വരുമ്പോഴത്തേക്ക് നമുക്ക് 1 കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർക്കണം. 1 കപ്പ് പാൽപ്പൊടി എന്ന് പറഞ്ഞാൽ, മിൽക്ക് പൗഡർ എന്ന് പറഞ്ഞാൽ 100 ഗ്രാം. ഓക്കെ, ഇനി നമുക്ക് അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ടെമ്പറേച്ചർ നമ്മൾ ലോ ആയിട്ട് തന്നെ വെക്കണം കേട്ടോ. ടെമ്പറേച്ചർ പതുക്കെ കട്ടയാകാതെ, കൈ എടുക്കാതെ അതിനകത്ത് മിക്സ് ചെയ്ത് ചേർക്കുക. അതൊക്കെ നമ്മളിത് മിക്സ് ചെയ്യാം. നമ്മുടെ മിക്സ്ചർ കുറുകി വന്നിട്ടുണ്ട്. ഇനി സൈഡിൽ നിന്ന് വിടുമ്പോഴത്തേക്ക് നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റണം. അപ്പോൾ നമുക്ക് ആ ഏലക്ക ഒരു കുറച്ചിട്ടാൽ മതി, കാരണം ഇത് പാലിൻ്റെ ടേസ്റ്റാണ് മുന്നിലേക്ക് നിൽക്കുന്നത്. അതുപോലെ 1 നുള്ളുപ്പ് ഇട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ വേണമെങ്കിലും ഇത് റെഡിയാവും. സൈഡിൽ നിന്ന് മാറുമ്പോൾ ഒത്തിരി നേരം ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് സെറ്റായി പോവും. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ ട്രേ ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് സമയമില്ല അതൊന്നും ചെയ്തുകൊണ്ടിരിക്കാൻ, വേഗം ഇത് സെറ്റാവും. അപ്പോൾ നമ്മൾ ഡബിൾ ലെയറാണ് ചെയ്യണത്. 1 ലെയർ വെളുത്ത വെളുത്തിരിക്കും, മറ്റേത് ചോക്ലേറ്റ്. അപ്പോൾ ആദ്യത്തെ ലെയർ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതിൽ നിന്ന് പകുതി എടുത്ത് ബാക്കി പകുതിയിൽ നമ്മൾ ഈ ഇരിക്കുന്ന കൊക്കോ പൗഡർ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ 4 ടേബിൾ സ്പൂൺ, അത് ആഡ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ലെയർ നമ്മളിപ്പോൾ ഇതിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയി സെറ്റ് ചെയ്തിരിക്കുന്ന ട്രേയിൽ ഒഴിക്കും. പിന്നെ നമ്മുടെ മിക്സർ പയ്യെ ഉരുണ്ട് വന്നിട്ടുണ്ട്. അതാ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഡ്രൈ ആയി കഴിഞ്ഞാലും സെറ്റ് ആവില്ലേ ഈ സാധനം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് നോക്കാം. നമുക്കൊന്ന് കൈ വിരളി പിടിച്ച് നോക്കാം. കൈ കണ്ട ഇതിപ്പോൾ കൈ പറ്റുന്നുണ്ട്, അപ്പോൾ ആയിട്ടില്ല. നമ്മുടെ വിരളി പറ്റാതിരിക്കുന്നതാണ് അതിൻ്റെ പരുവം. ഇത് നമ്മുടെ ബർഫിയുടെ ബേസേ തയ്യാറായിട്ടുണ്ട്. അതേ നമുക്കൊന്ന് എടുത്ത് നോക്കാം. അത് നമ്മുടെ കയ്യിൽ ഒട്ടുന്നില്ല. അപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഇനി വെച്ചേക്കണ്ട. ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇരുന്ന് ഇത് കുക്കാവും. ഓവർ കുക്കായി കഴിഞ്ഞാൽ ബർഫി നന്നായിട്ട് വരില്ല. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് കേട്ടോ. തണുത്ത പാത്രത്തിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി നമുക്കിത് ഓഫ് ചെയ്യാം, അടുപ്പ്. ഇപ്പം നമ്മളിതിവിടെ ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ പകുതി നമ്മൾ ട്രെയിലേക്ക് ഒരു പകുതി നമുക്ക് ചോക്ലേറ്റ് ലെയർ ഉണ്ടാക്കാനുള്ളതാണേ. അപ്പോൾ ആദ്യത്തെ ഒരു ലെയർ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ട്രെയിലേക്ക് ഇടുവാണ്. ബാക്കി പകുതി ആ പാത്രത്തിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ടേ. നമുക്കൊരു സെറ്റ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ
തീയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ മാത്രം മതി, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത്. ഇതൊരു 10 പീസൊക്കെ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാം. നമുക്ക് നല്ലൊരു സ്ട്രിപ്പ് ആദ്യത്തെ ഡബിൾ ലെയർ ആണല്ലോ, അതിൽ ആദ്യത്തെ ലെയർ നമ്മളിത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ലെയർ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ പകുതി ഇത് എടുത്തിട്ടുള്ളൂ കേട്ടോ, ബാക്കി പകുതി നമ്മൾ പാത്രത്തിൽ എടുത്തിരിക്കുകയാണ്. നമ്മൾ പാനിൽ വെച്ചിരുന്നാൽ അത് ചൂടായി പോകും, അതുകൊണ്ട് നമ്മൾ പാത്രത്തിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അത് നമുക്ക് അടുത്ത ലെയർ ഉണ്ടാക്കാൻ പോവാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത പാൻ ഒന്നുകൂടെ അടുപ്പി വെക്കുകയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ലെയറായ ചോക്ലേറ്റ് ബർഫി ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ആദ്യം എടുത്തതിൻ്റെ പകുതി ബർഫി ഇരിപ്പുണ്ട്. ഇനി രണ്ടാമത്തെ ലെയർ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 2 ടേബിൾ സ്പൂൺ എടുത്തായിരുന്നു നെയ്യ്. ഇനി ആ ലാസ്റ്റ്, അതായത് 3-ാമത്തെ ടേബിൾ സ്പൂൺ നമ്മൾ ചേർക്കുക. ഇതൊരു നോൺ സ്റ്റിക്ക് കടായി ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ടിരിക്കും, ഇതുപോലെയൊന്നും പറ്റിപ്പിടിക്കാതെ ഇരിക്കും. ഇനി നമ്മൾ ആ പകുതി നമ്മൾ നേരത്തെ അവിടെ സെറ്റ് ചെയ്യാൻ വെച്ചു, ബാക്കി പകുതി ഈ 1 ടേബിൾ സ്പൂൺ നെയ്യുള്ള മിശ്രിതത്തിലേക്ക് ഇടുക. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം തീയാണ്, ടെമ്പറേച്ചർ വളരെ ലോ ആയിരിക്കണം. ഇനി നമ്മൾ 4 ടേബിൾ സ്പൂൺ കൊക്കോ ആഡ് ചെയ്ത് വെച്ചത് മിക്സ് ചെയ്യുക നന്നായിട്ട്, കട്ടയാവാതെ. ഇതാണ് അടി പിടിക്കാൻ സാധ്യത കൂടുതലാണ്, അതുകൊണ്ടാണ് ടെമ്പറേച്ചർ ലോ ആക്കാൻ. അതെ, അതൊക്കെ സമയമെടുത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളിത് ഇച്ചിരി കട്ടിയായിട്ട് തോന്നുന്നുണ്ട്, അപ്പോൾ നമുക്കൊരു 1 ടീസ്പൂൺ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൽ കൂടുതൽ വേണ്ട, ഇതൊന്ന്, കാരണം നമുക്ക് സ്മൂത്തായിട്ട് കിട്ടാൻ ഇത് ഈ ലെയർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ നമുക്ക് നല്ല സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെക്സ്ചർ വേണം. ഫ്ലെയിം വളരെ കുറച്ച് നമുക്കിതൊന്ന് ശരിയാക്കി എടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് ബർഫി ഏതാണ്ട് വളരെ ശ്രദ്ധിക്കണം കേട്ടോ, വളരെ ലോ ഫ്ലെയിമിൽ എപ്പോൾ വേണമെങ്കിലും അടുക്കി പിടിക്കാം, വളരെ സൂക്ഷിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലെയർ, പ്രത്യേകിച്ച് ചോക്ലേറ്റ് ലെയർ ഇപ്പം ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി ഒത്തിരി അങ്ങ് കട്ടിയാവേണ്ട കാര്യമില്ല, ഇപ്പം നമുക്ക് അത് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലായിട്ടുണ്ട്. പതുക്കെ മറ്റേ ലെയറിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക, അത് സ്പ്രെഡ് ചെയ്യാം കേട്ടോ, സൂക്ഷിച്ച് ചെയ്യാണേ. അപ്പം നമ്മളിതേ രണ്ടാമത്തെ ചോക്ലേറ്റ് ലെയറും ഒഴിച്ച് സെറ്റ് ചെയ്തേക്കാണ്. ഇവിടെ നമ്മളൊരു സ്പെഷ്യൽ ലെയർ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിൽ നിന്ന് ചോക്ലേറ്റ് മാത്രമുള്ള ഒരു ബർഫിയും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, 2 വശത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ നമുക്കിനി ഒന്ന് ഇത് നട്ട്സൊക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. കുറച്ച് പിസ്തായും, ഒത്തിരി വേണ്ട, ഇതിന് ഒരുപാട് ഡെക്കറേഷൻ്റെ ആവശ്യമില്ല, കുറച്ച് ഇടാം. ഓക്കെ, ഇത് ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ചോക്ലേറ്റ് മാത്രമുള്ള ഒരു ബ്ലോക്ക് കൂടി ശരിയാക്കി കേട്ടോ. ഇത് ഡബിൾ ലെയറും ഇത് ചോക്ലേറ്റ് മാത്രമുള്ള ലെയറും. ഇനി ഇതൊരു 1 മണിക്കൂർ ഇരിക്കണം കേട്ടോ സെറ്റ് ആവാനായിട്ട്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അതെ, ഡബിൾ ലെയർ ബർഫി നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മൾ ഇതിനകത്ത് ചോക്ലേറ്റ് മാത്രം ഉള്ള ലെയർ. എന്തായാലും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. 2 മണിക്കൂർ കൊണ്ട് സെറ്റായി അല്ലേ? സെറ്റായി, നല്ല രസമുണ്ട്. ഇത് നോക്ക്, ഈ അളവിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് എടുക്കാം. നോക്കൂ, നല്ല ഡബിൾ ലെയറിലുള്ള ബർഫി. ഇതൊന്ന് ഞാനിത് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബർഫിയായി. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ചോക്ലേറ്റ് ഉള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ശരി, നമ്മുടെ ചോക്ലേറ്റ് മാത്രമുള്ള ബർഫിയാണ് കേട്ടോ ഇത്. മറ്റേത് ഡബിൾ ലെയറും ഇത് ചോക്ലേറ്റ് മാത്രമാണ്. രണ്ടും ഉണ്ടാക്കാം. അത് തന്നെയല്ല, അന്യ ടേസ്റ്റുമാണ്. നമ്മളൊന്ന് കഴിച്ചു നോക്കി, തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വിരാടൻ രുചിക്കളത്തിൻ്റെ ചോക്ലേറ്റ് ബർഫി, ഡബിൾ ലെയർ ബർഫിയും
ചോക്ലേറ്റ് ബർഫി മേക്കിംഗ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളിതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ നവരാത്രി കാലത്ത് നമുക്ക് വീണ്ടും നല്ല ക്വാളിറ്റിയുള്ള സാധനം വീട്ടിലുണ്ടാക്കാവുന്ന ഒരു അവസരം കൂടിയാണ്. അതെ, വളരെ ഏതാണ്ട് ഒരു 15-20 മിനിറ്റിനുള്ളിൽ. പിന്നെ ഇത് തണുത്ത് കിട്ടാൻ 2 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നവരാത്രി സീരീസ് വീണ്ടും തുടരും. അതായത് അടുത്ത സ്വീറ്റുമായിട്ട് നാളെ തന്നെ ഞങ്ങൾ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും പിരാള രുചികളത്തിൻ്റെ നന്ദി, നമസ്കാരം.